സിന്ധുവിൻ്റെ ബ്രസ്റ്റിലെ ബയോപ്സിൻ്റെ റിപ്പോർട്ടിൽ ER, PR, HER2, KI ഇങ്ങനെ കുറേ ലെറ്റേഴ്സ് കണ്ടു. അത് നോക്കി ഒരു മണിക്കൂർ ഇരുന്ന് ടെൻഷൻ അടിച്ചു. ഡോക്ടർ എന്താ പറയാന്നുള്ളത് ടെൻഷൻ അടിച്ചിരുന്നു. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ ഏത് പത്തോളജി റിപ്പോർട്ടിലും കുറേ അബ്രിവിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടെൻഷൻ ഒഴിവാകും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ER പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്യാൻസർ കിടക്കണമെന്ന് അർത്ഥം. ഒട്ടുമിക്ക ക്യാൻസറും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ER പോസിറ്റീവ് ആണെങ്കിൽ ഹോർമോൺ ഗുളികകൾ കൊടുത്ത് നമുക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ PR പോസിറ്റീവ് എന്നുള്ളതും അതുപോലെ തന്നെയുള്ള ഒരു സാധനമാണ്. നമ്മൾ PR പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഹോർമോൺ ടാബ്ലറ്റ്സ് കുറച്ച് നാളധികം കൊടുക്കാൻ പറ്റും. അതുപോലെ HER2 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. അപ്പോൾ ആ പ്രോട്ടീനിൽ സിഗ്നൽ ഉണ്ടെങ്കിൽ കുറച്ച് ക്യാൻസർ കുറച്ച് അഗ്രസീവ് ആണെന്നാണ് അർത്ഥം. എന്നാൽ ഇന്ന് അതിനെ സ്പെസിഫിക്കലി നമുക്ക് അതിനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന മരുന്നുകൾ, ട്രാസ്റ്റുസുമാബ് എന്നുള്ള രീതിയിലുള്ള മരുന്നുകളും മറ്റുള്ള മരുന്നുകളും ഉള്ളതുകൊണ്ട് ഇന്ന് ചികിത്സ കുറച്ചുകൂടെ എളുപ്പമാണ്. അതുപോലെ തന്നെ KI എന്ന് പറയുന്നത് നമ്മളെ ക്യാൻസർ കോശങ്ങൾ എത്ര സ്പീഡിലാണ് വളരുക എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് KI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുക ER പോസിറ്റീവ്, PR പോസിറ്റീവ്, HER2 നെഗറ്റീവ്, KI കുറഞ്ഞതുമാണ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. നമ്മൾ സിന്ധുവിൻ്റെത് ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞൊരു ക്യാൻസർ ആയിരുന്നു. ബയോപ്സി കഴിഞ്ഞു, അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞു, ഇപ്പോൾ കീമോ കഴിഞ്ഞു, റേഡിയേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മളെ പേഷ്യൻ്റ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.